IPL-ലെ ഒരുവിധം ടീമുകളൊക്കെ 4 കളി കളിച്ചു കഴിഞ്ഞു. IPL പകുതിയിലേക്ക് അടുക്കുകയാണ്. ഇപ്പോഴത്തെ പോയിന്റ് ടേബിൾ നോക്കിയാൽ ആരൊക്കെ എവിടെ എത്തുമെന്നതിൻ്റെ വ്യക്തമായ സൂചന കാണാൻ സാധിക്കും. അപ്പോൾ 10 ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ പഞ്ചാബ് ഗുജറാത്ത് മത്സരം കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. ആദ്യമായി നമുക്ക് ഡൽഹി ടീമിനെ എടുത്താൽ അവർക്ക് ഇതുവരെ ഒരു കളി മാത്രമേ ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഡൽഹിയുടെ 4 മത്സരങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള മാച്ചിൽ തുടർ വിജയങ്ങൾ ആവശ്യമാണ്. ഒരു ടീമിന് 14 പോയിന്റ് ഉണ്ടെങ്കിലേ 95% പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. അതായത് ചുരുങ്ങിയത് 7 മാച്ചെങ്കിലും ജയിച്ചിരിക്കണം. ഇനി ഹൈദരാബാദിൻ്റെ കാര്യമെടുത്താൽ 3 മാച്ചിലെ ഒരെണ്ണത്തിൽ ഹൈദരാബാദ് ജയിച്ചിട്ടുണ്ട്. അവർക്കും ഇനി തുടർ വിജയങ്ങൾ ആവശ്യമാണ്. 2 പോയിന്റ് മാത്രമേ ഹൈദരാബാദിനുള്ളൂ. ഇനി ഗുജറാത്തിൻ്റെ കാര്യമെടുത്താൽ ഇന്നത്തെ മാച്ച് തോറ്റത് ഗുജറാത്തിന് ക്ഷീണമായിരിക്കുകയാണ്. അവർ നല്ല രീതിയിൽ കളി ജയിച്ചു വരികയായിരുന്നു. ഇപ്പോൾ അവർ 4 മാച്ചിലെ 2 കളി തോറ്റിരിക്കുകയാണ്. പക്ഷേ അവർക്ക് 4 പോയിന്റ് ഉണ്ട്. ഇനിയുള്ള മത്സരങ്ങളിൽ ശ്രദ്ധിച്ച് കളിച്ചാൽ ഗുജറാത്തിന് ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താം. അതിനുള്ള ടീം അവർക്കുണ്ട്. പഞ്ചാബിൻ്റെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. 4 മാച്ചിലെ 2 കളി അവർ ജയിച്ചിട്ടുണ്ട്. 4 പോയിന്റ് അവർക്കുമുണ്ട്. ഗുജറാത്തിനെ പോലെ പഞ്ചാബിനും ഇനിയുള്ള മത്സരങ്ങൾ ശ്രദ്ധിച്ച് കളിച്ചാൽ മതി. പ്ലേ ഓഫിലേക്ക് ഈസി ആയിട്ട് പഞ്ചാബിനും എത്താം. അതേസമയം തന്നെ ലക്നൌവിനെ എടുത്താൽ അവരിപ്പോൾ മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാച്ചിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. 3 കളി ലക്നൗ കളിച്ചിട്ടുണ്ട്. 4 പോയിന്റ് അവർക്കുണ്ട്. ഇപ്രാവശ്യവും ലക്നൗ പ്ലേ ഓഫിലെത്താനുള്ള തന്ത്രപ്പാടിലാണ്. വരുന്ന മാച്ചിൽ ഇതുപോലെ തന്നെ കളിച്ചാൽ ലക്നൌവിനും പ്ലേ ഓഫിലെത്താം. ഇനി മുംബൈ ടീമിൻ്റെ കാര്യമെടുത്താൽ കളിച്ച 3 മാച്ചിലും മുംബൈ തോറ്റു. പക്ഷേ അതുകൊണ്ട് ഒന്നും തന്നെ പേടിക്കാനില്ല. ഇനിയുള്ള മാച്ചിൽ തുടർ വിജയങ്ങൾ നേടിയാൽ മുംബൈക്കും ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താം. പക്ഷേ അടുത്ത കളി കൂടി തോറ്റാൽ അത് മുംബൈക്ക് ക്ഷീണമാകും. കാരണം 4 മാച്ച് തോറ്റിട്ട് പിന്നീട് അങ്ങോട്ട് വിജയങ്ങൾ നേടുക അതത്ര ഈസി ആയിരിക്കില്ല. ഇനി RCBയുടെ കാര്യമെടുത്താൽ 4 മാച്ചിലെ ഒരു കളി മാത്രമേ RCB ജയിച്ചിട്ടുള്ളൂ. 2 പോയിന്റ് അവർക്കുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള മാച്ചുകളിൽ ഉറപ്പായിട്ടും RCB ജയിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് അവസാനം പ്ലേ ഓഫിലെത്താൻ അത് ദുഷ്കരമായിരിക്കും. നിലവിലിപ്പോൾ 1-ാം സ്ഥാനത്ത് കൊൽക്കത്തയുണ്ട്. കളിച്ച 3 മാച്ചിലും കൊൽക്കത്ത ജയിച്ചിരിക്കുകയാണ്. 6 പോയിന്റ് ഇതിനോടകം തന്നെ കൊൽക്കത്തയ്ക്കുണ്ട്. അതുകൊണ്ട് കൊൽക്കത്ത ഈസി ആയിട്ട് പ്ലേ ഓഫിൽ എത്തുമെന്നത് ഉറപ്പാണ്. ഇനി 4 മാച്ച് കൂടി ജയിച്ചാൽ അവർക്ക് 14 പോയിന്റ് ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് രാജസ്ഥാൻ്റെയും അവസ്ഥ. 6 പോയിന്റ് രാജസ്ഥാൻ നേടിക്കഴിഞ്ഞു. ഇതുവരെ ഒരു കളി പോലും രാജസ്ഥാൻ തോറ്റിട്ടില്ല. 3 മാച്ചിലെ 3 എണ്ണത്തിലും രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. ഇനി രാജസ്ഥാന് 4 മാച്ച് കൂടി ജയിച്ചാൽ 14 പോയിന്റ് നേടാൻ സാധിക്കും. അതായത് ഇപ്പോൾ 2-ാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്തും. 4 പോയിന്റോടെ CSKയും 3-ാം സ്ഥാനത്തുണ്ട്. CSKയും ഈസി ആയിട്ട് എത്താൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ IPL-ൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.